നമസ്കാരം, സിബൂസ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നത് ഒരു റിയർ ബൂട്ട് ലൈറ്റ് കാറിൻ്റെ. ഇന്ന് കിട്ടുന്ന പല കാറുകളിലും റിയർ ബൂട്ടിൽ ലൈറ്റ് ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ട് രാത്രി കാലങ്ങളിലൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടിട്ട് വീട്ടിൽ വന്ന് അത് തിരിച്ചെടുക്കുമ്പോഴൊക്കെ അനുഭവപ്പെടാറുണ്ട്. ഈ സാഹചര്യങ്ങളിലൊക്കെ ആളുകൾ സാധാരണ ടോർച്ച് ലൈറ്റോ അല്ലെങ്കിൽ മൊബൈലിൻ്റെ ലൈറ്റോ ഒക്കെ ഉപയോഗിച്ചായിരിക്കും ഈ സാധനങ്ങളൊക്കെ ഈ ബൂട്ടിൽ നിന്ന് എടുക്കുന്നത്. എന്നാൽ ഈ ബൂട്ടിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്ന ഒരു മോഷൻ സെൻസർ ലൈറ്റാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത് ശരിക്കും കാറിന് വേണ്ടി വരുന്ന ഒരു മോഷൻ സെൻസർ ലൈറ്റ് അല്ല. നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കാം. ഇതിന് മറ്റു ഉപയോഗങ്ങളുമുണ്ട്. അതൊന്ന് ആദ്യമേ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന മോഷൻ സെൻസർ ലൈറ്റ്. ഇത് വാഹനത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, ആ ഒരു പർപ്പസിലല്ല വരുന്നത്. എങ്കിൽ കൂടി നമുക്ക് വാഹനത്തിൻ്റെ ബൂട്ടിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇതിനകത്ത് 3 AAA ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ സാധാരണ റിമോട്ടുകളിലൊക്കെ ഉപയോഗിക്കുന്ന അതേ സെയിം ബാറ്ററി. ഈ ബാറ്ററി ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ വാഹനത്തിൽ നിന്നും യാതൊരു കറണ്ട് പരമായിട്ട് വേറൊരു സോഴ്സും വാഹനത്തിൻ്റെ ഉപയോഗപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇത് ഇൻഡിപെൻഡൻ്റായിട്ട് ഇത് വർക്ക് ചെയ്തോളും. ഇത് നമുക്ക് മറ്റിടങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് പലതാണ്. നമുക്ക് വീടുകളിലൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും, കബോർഡിൽ ഉപയോഗിക്കാൻ സാധിക്കും. നമ്മൾ കബോർഡ് തുറന്നിട്ട് നമ്മുടെ മോഷൻ കൈയൊക്കെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓണാവും. നല്ല വെട്ടമുള്ള സമയത്ത് ഇതൊരിക്കലും ഓണാവുന്നില്ല. ഇതിന് 3 സ്വിച്ചുകളാണ് ഇതിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് സാധാഗതിയിൽ നമുക്കിത് ഓണാക്കി വെറുതെ ഓണാക്കി ഇടാം. ഓട്ടോ മോഡിലോട്ട് ഇടുമ്പോഴാണ് ഇത് മോഷൻ സെൻസ് ചെയ്യുന്നത്. പിന്നീട് ഒരു മോഡ് ഓഫ്. ഇങ്ങനെ 3 മോഡാണ്. നമ്മൾ വാഹനത്തിൽ ഉപയോഗിക്കുമ്പോൾ ഈ ഓട്ടോ മോഡ് ഇട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സെൻസ് ചെയ്യുമ്പോൾ ഓണാവുകയും അതിനുശേഷം, അതായത് സെൻസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൂട്ട് ഓണാക്കി നമ്മൾ കൈ അതിനകത്തേക്ക് ഇടുന്ന അവസ്ഥയിൽ തന്നെ ഇത് ഓണാവുകയും പിന്നീട് ഒരു 15 സെക്കൻഡാണ് ഇതിങ്ങനെ ഓട്ടോ മോഡിൽ കത്തി നിൽക്കുന്നത്. അതിനുശേഷം അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ ഇതൊന്ന് വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ ലൈറ്റ് ഇവിടെ വെച്ചിരിക്കുകയാണ്. ഈ റൂമിൽ വെട്ടമുള്ളതുകൊണ്ട് ഇത് ഓട്ടോ മോഡിൽ സെൻസ് ചെയ്ത് വർക്കാവുന്നില്ല. എന്നാൽ നമുക്ക് ഇതിന് റൂമിലെ ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം. ലൈറ്റ് ഓഫ് ചെയ്തു. നമ്മൾ അടുത്തോട്ട് വന്നു. ഇതിൻ്റെ മുകളിലോട്ട് കൈ വന്നു. കണ്ടോ, അതിൻ്റെ മുകളിലോട്ട് കൈ വരണ്ട, അടുത്ത് വന്നപ്പോൾ തന്നെ ഇത് ഓണായി. ഇതേ സിസ്റ്റത്തിൽ തന്നെയാണ് ഇത് കാർ ബൂട്ടിൽ വർക്ക് ചെയ്യുന്നത്. ഇനി കാർ ബൂട്ടിൽ നമ്മൾക്ക് ഇത് എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഈ സെൻസർ ലൈറ്റിൻ്റെ ബാക്ക് ഭാഗത്ത് മാഗ്നറ്റാണ്. ഈ മാഗ്നറ്റ് നമുക്ക് ഒട്ടിച്ച് നിർത്താനായിട്ട് നമുക്ക് അവർ തന്നിരിക്കുന്നത് 2 പ്ലേറ്റുകളുണ്ട്. 2 പ്ലേറ്റുകളും ഒരു 3mm ഒരു സ്റ്റിക്കറുമാണ്. ഈ സ്റ്റിക്കർ ഉപയോഗിച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് ഒട്ടിച്ച് നിർത്താം. അതല്ലാന്നുണ്ടെങ്കിൽ സ്ക്രൂ ഇട്ട് നമുക്ക് വീടുകളിലാണ് ഉപയോഗിക്കണമെങ്കിൽ എവിടെയെങ്കിലും ഭിത്തിയെ തൂക്കിയിടാവുന്ന സെറ്റപ്പുണ്ട്. അതുപോലെ തന്നെ ഒരു സ്ട്രിങ്ങും തരുന്നുണ്ട്. നമുക്കിപ്പോൾ വാഹനത്തിൽ ഉപയോഗിക്കുന്നത് ഈ 3mm സ്റ്റിക്കറും അതുപോലെ തന്നെ ഈ മെറ്റൽ പ്ലേറ്റുമാണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് ഈ വാഹനത്തിൽ ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ സ്റ്റിക്കർ ഒന്ന് പൊളിച്ചെടുക്കുകയാണ്. ഇത് ഡബിൾ സൈഡ് സ്റ്റിക്കറാണ്. 2 സൈഡിലും ഗമ്മൊക്കെ ഉണ്ട്. ഈ സ്റ്റിക്കർ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വാഹനത്തിൽ നമ്മൾ ഒന്ന് പേസ്റ്റ് ചെയ്യുകയാണ്. നമുക്ക് വാഹനത്തിൽ സൗകര്യപ്രദമായ സ്ഥലത്ത് എവിടെയാണോ അവിടെ സ്റ്റിക്കർ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റിക്കറിൻ്റെ മുകളിൽ നമുക്ക് ആ മെറ്റൽ പ്ലേറ്റ് ഉണ്ട്. ആ മെറ്റൽ പ്ലേറ്റാണ് ഒട്ടിച്ച് വെക്കുന്നത്. ഈ മെറ്റൽ പ്ലേറ്റും നമുക്ക് ഇതിനകത്തേക്ക് വെക്കുകയാണ്. അത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് വെക്കാം. മെറ്റൽ പ്ലേറ്റിലും പശയുണ്ട്. എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ഒട്ടിച്ച് വെക്കാവുന്നതാണ്. ഇതിങ്ങനെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓക്കെ ആയിട്ട് ഇവിടെ ഇരുന്നു. നമുക്കിത് എടുക്കണമെങ്കിൽ ഇതിങ്ങനെ എടുത്തിട്ട് നമുക്കിതിനകത്ത് ബാറ്ററിയൊക്കെ മാറുകയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ ഓട്ടോ മോഡിലോട്ട് നമ്മളങ്ങ് സെലക്ട് ചെയ്തു. ഓട്ടോ മോഡിൽ സെലക്ട് ചെയ്തിട്ട് ഇതിങ്ങനെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടുള്ള സമയങ്ങളിൽ സെൻസ് ചെയ്തുകൊണ്ട് ഇത് വർക്കാവും. 15 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുകയും ചെയ്തു. ഇതാണ് ഈ ഒരു സെൻസർ ലൈറ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ബൂട്ടിലൊക്കെ ഉപയോഗപ്പെടുത്താം. പിന്നെ വേറൊരു കാര്യം, ഈ ബൂട്ടിൽ നമ്മൾ എന്തെങ്കിലും ഓടി നടക്കുന്ന സാധനങ്ങൾ, അതായത് ഉരുണ്ടുരുണ്ട് നടക്കുന്ന സാധനങ്ങൾ എന്തായാലും ഇട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് സെൻസ് ചെയ്ത് ഓണാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കിപ്പോൾ
ഇപ്പോൾ പറയാൻ സാധിക്കുന്നില്ല. ഇതിന് ശേഷം ഇത് ഉപയോഗത്തിന് ശേഷമേ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ സാധിക്കുള്ളൂ. ഏതൊക്കെയായാലും നല്ലൊരു ഡിവൈസ് തന്നെയാണ്, ബൂട്ടിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. നമുക്ക് ഇതിനെക്കുറിച്ച് യാതൊരുവിധ ഇതിൻ്റെ ഫോളോ അപ്പും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓണാവുകയും ഓഫാവുകയൊക്കെ ചെയ്തോളും. 15 സെക്കൻഡാണ് ഇത് ഓണായി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇരുട്ടായി കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് നോക്കാം. അപ്പോൾ ഇത് എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളത് നോക്കാം. അപ്പോൾ ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ട്. ഏകദേശം ഇരുട്ടൊക്കെ വീണ് തുടങ്ങി, നല്ല മഴയാണ്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഡിക്കി നമ്മളൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഇത് വർക്ക് ചെയ്തിട്ടില്ല. നമ്മൾ മോഷൻ സെൻസർ ലൈറ്റാണല്ലോ ഇത്. അപ്പോൾ നമുക്ക് കൈ ഒന്ന് അതിനകത്തേക്ക് അടുത്തേക്ക് ഒന്ന് കൊണ്ടു ചെല്ലുമ്പോൾ തന്നെ ഇത് വർക്കാവുന്ന കാണാം. ഉണ്ടോ? അപ്പോൾ ഇത് വർക്കായിട്ടുണ്ട്. ഏകദേശം 15 സെക്കൻഡ് കഴിയുമ്പോൾ മോഷൻ സെൻസ് ചെയ്തതിന് ശേഷം സെൻസിങ് ഇല്ലാതെ 15 സെക്കൻഡ് നിലനിൽക്കുമ്പോൾ ഇത് കട്ടാവുക തന്നെ ചെയ്യും. ഇതാണ് ഈ മോഷൻ സെൻസ് ലൈറ്റ്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് വാഹനത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും. വാഹനത്തിൽ നിന്നും യാതൊരു വയർ കട്ടിങ്ങോ ഒന്നും കൂടാതെ തന്നെ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ ചാനൽ സിബൂസ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റ് പലവിധ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.